വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ കേരള ഹിസ്റ്ററിയിൽ വരുന്ന SCRT ചാപ്റ്റർ ആയിട്ടുള്ള 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ 18ാം നൂറ്റാണ്ടോടെ കേരളം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഈ പാർട്ടിൽ അതിനുശേഷം കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നു. ബ്രിട്ടീഷുകാർ ഭരണം ഏറ്റെടുത്തോടെ ഇവിടത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കയറ്റി അയക്കുകയും അവരുടെ നാട്ടിലെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു. സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരുകയും വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായിട്ട് മാറി. നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റുമതി ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിരൊക്കെ. ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ് തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങളൊക്കെ. വ്യാപാരം എളുപ്പമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവുതൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. വ്യാപാര ഗതാഗത സൗകര്യങ്ങൾക്കായി റോഡുകളും പാലങ്ങളും റെയിൽവേകളും പണിതു. ചരക്ക് ഗതാഗതത്തിന് കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴയിലൊക്കെ തുറമുഖങ്ങൾ വികസിപ്പിച്ചു. റെയിൽവേ പാത. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂര് വരെ നീണ്ടുകിടക്കുന്ന ഈ റെയിൽവേ പാത 1861 നിർമ്മിച്ചത്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയാണ്? ബേപ്പൂര് മുതൽ തിരൂര് വരെ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂര് മുതൽ തിരൂര് വരെ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം 1861. ഇനി ഭൂബന്ധങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂവുടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതിഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ നടന്ന കലാപങ്ങളാണ് മാപ്പിള കലാപം എന്ന് പറയുന്നത്. 1921 മാപ്പിള കലാപം നടക്കുന്നത്. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതിഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ നടന്ന കലാപങ്ങളാണ് മാപ്പിള കലാപം. 1921 മാപ്പിള കലാപം നടക്കുന്നത്. മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കി. മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. ഈ ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കി. മലബാർ കുടിയായ്മ നിയമപ്രകാരം കർഷകർക്ക് ഭൂമിയുടെ മേൽ അവകാശം ലഭിച്ചു. 1929 മലബാർ കുടിയായ്മ നിയമപ്രകാരം കർഷകർക്ക് അവരുടെ ഭൂമിയുടെ മേൽ അവകാശം ലഭിച്ചു. തിരുവിതാംകൂറിൽ മാടമ്പിമാരുടെ ഭൂമിയെല്ലാം തന്നെ പണ്ടാരവക ഭൂമി അഥവാ സർക്കാർ ഭൂമിയായിട്ട് മാറി. തിരുവിതാംകൂറിൽ മാടമ്പിമാരുടെ ഭൂമിയെല്ലാം തന്നെ പണ്ടാരവക ഭൂമി അഥവാ സർക്കാർ ഭൂമിയായിട്ട് മാറി. പണ്ടാരവക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ട് 1865 തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചു. പണ്ടാരവക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ട് 1865 തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചു. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരവും തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ അവകാശം ലഭിച്ചു. 1896 തിരുവിതാംകൂറിൽ പാസാക്കിയിട്ടുള്ള ജന്മി കുടിയാൻ നിയമപ്രകാരവും കുടിയാന് ഭൂമിയുടെ മേൽ അവകാശം ലഭിച്ചു. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചു. കൊച്ചിയിൽ 1914 കുടിയായ്മ നിയമം നിലവിൽ വന്നു. കൊച്ചിയിൽ 1914 കുടിയായ്മ നിയമം നിലവിൽ വന്നു. മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നു. മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നു. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നതെന്നാണ് 1929. മലബാറിൽ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്?
ലോഗൻ കമ്മീഷൻ. മലബാറിൽ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷനാണ്. മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ നിയമം നിലവിൽ വന്നത് 1896. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ നിയമം നിലവിൽ വന്നത് 1896. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. ഇനി കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാർ ഉണ്ടായിരുന്നതിനെ തുടർന്ന് മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വലിയ തോട്ടങ്ങളിലായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. തോട്ടവിള കൃഷി വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ നെല്ലിന്റെ ഉൽപാദനം കുറയുകയും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. ഇതിന് പകരമായിട്ട് മരച്ചീനി കൃഷി വ്യാപിപ്പിച്ചു. ബ്രിട്ടീഷുകാരനായ കനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരനായിട്ടുള്ള കനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിച്ചു. തേക്കിൻ തോട്ടങ്ങളുടെ ഉടമസ്ഥത ബ്രിട്ടീഷുകാർക്കായിരുന്നു. ബ്രിട്ടീഷുകാർ വൻതോതിൽ വനഭൂമി പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്ക് വൻതോതിൽ വനഭൂമി പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. കേരളം അങ്ങനെ വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് മാറി. കനോലി പ്ലോട്ട്. വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായിട്ട് വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ അന്നത്തെ കളക്ടറായിട്ടുള്ള ഹെൻറി വാലന്റൈൻ കനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കനോലി തേക്ക് വച്ചുപിടിപ്പിച്ചു. ഇത് പിന്നീട് കനോലി പ്ലോട്ട് എന്ന് അറിയപ്പെട്ടു. കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത്. കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നിലമ്പൂർ, മലപ്പുറം. ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം ആരംഭിക്കുന്നത്? ഹെൻറി വാലന്റൈൻ കനോലി. ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം ആരംഭിക്കുന്നത്? ഹെൻറി വാലന്റൈൻ കനോലി. ഇനി തോട്ട വ്യവസായത്തിന്റെയും പരമ്പരാഗത വ്യവസായത്തിന്റെയും വളർച്ച. തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായിട്ട് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായിട്ട് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നീ തോട്ടവിളകളും നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങളും കേരളത്തിൽ വ്യാപകമായി. തേയില, കാപ്പി, റബ്ബർ എന്നീ തോട്ടവിളകളും നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങളും കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. എവിടെയായിരുന്നു? ആലപ്പുഴ. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായിട്ട് വളർന്നു. കശുവണ്ടി ഫാക്ടറികൾ എവിടെയായിരുന്നു? കൊല്ലത്തായിരുന്നു. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ എന്നീ പ്രദേശങ്ങൾ ഓട്ട് കമ്പനികൾ ആരംഭിച്ചു. ഫറോക്ക്, കൊല്ലം, ഒല്ലൂര് ഓട്ട് കമ്പനികൾ ആരംഭിച്ചു. കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായിട്ട് വളർന്നു. ബീഡി വ്യവസായം എവിടെയായിരുന്നു? കണ്ണൂര്. വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴയാണ്. വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായിട്ട് കയർ ഫാക്ടറി നിലവിൽ വന്നത് ആലപ്പുഴയിലാണ് 1859. കേരളത്തിൽ ആദ്യമായിട്ട് കയർ ഫാക്ടറി നിലവിൽ വരുന്നത് ആലപ്പുഴയാണ് 1859. മറ്റ് വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ: കശുവണ്ടി വ്യവസായം കൊല്ലത്തായിരുന്നു. കൈത്തറി വ്യവസായം കണ്ണൂർ, കോഴിക്കോട്. ബീഡി വ്യവസായം കണ്ണൂർ. ഓട് വ്യവസായം ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. വെളിച്ചെണ്ണ വ്യവസായം ആലപ്പുഴ. കശുവണ്ടി വ്യവസായം കൊല്ലം. കൈത്തറി വ്യവസായം കണ്ണൂർ, കോഴിക്കോട്. ബീഡി വ്യവസായം കണ്ണൂർ. ഓട് വ്യവസായം ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. വെളിച്ചെണ്ണ വ്യവസായം ആലപ്പുഴ. ആധുനിക വ്യവസായങ്ങളുടെ ഉദയം. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടു. പള്ളിവാസൽ വൈദ്യുത നിലയം ഈ സമയത്താണ് സ്ഥാപിക്കപ്പെടുന്നത്. പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടു. മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായിട്ട് ബാങ്കുകൾ കേരളത്തിൽ വന്നു. മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായിട്ട് ബാങ്കുകൾ കേരളത്തിൽ വന്നു. ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കായിരുന്നു. അതിന് പിന്നീട്
അതിനെ തുടർന്ന് ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു. ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ പിന്നീട് നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മറ്റ് വ്യവസായശാലകൾ. പുനലൂർ പേപ്പർ മില്ല് എവിടെയാണ്? കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുനലൂർ പേപ്പർ മില്ല് കൊല്ലം. കളമശ്ശേരി ഫാക്ട് എറണാകുളം. കളമശ്ശേരി ഫാക്ട് എറണാകുളം. കുണ്ടറ സിറാമിക്സ് കൊല്ലം. കുണ്ടറ സിറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമിൽ കൊച്ചി. അളഗപ്പ തുണിമിൽ കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.